വ്യക്തിത്വത്തെ ഇന്ന് നമ്മളോടൊപ്പം ലഭിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് സാവധാനം കിടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നവരാത്രിയുടെ പ്രത്യേകത എന്താണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്കറിയാം, നവരാത്രി എന്നുള്ളത് അറിവിന്റെ ഉത്സവമാണ്. നമ്മുടെ ഭാരതത്തിന് ഒട്ടാകെ, ഭാരതം മുഴുവനും നവരാത്രി ആഘോഷിക്കാറുണ്ട്. നോർത്ത് ഇന്ത്യയില് ദസറ, കാളി പൂജ തുടങ്ങിയ പേരുകളിൽ നവരാത്രി ആഘോഷങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതിന് പിന്നിൽ ഓരോ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. ഈ 9 ദിവസം 9 ദേവിമാർക്ക് പ്രാധാന്യം നൽകി ആരാധിക്കുന്ന ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 9 ദേവിമാരെ എന്ന് പറയുന്നത് ആ ദേവിമാരുടെ ഭാവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം ശൈലപുത്രി, ബ്രഹ്മചാരിണി, അങ്ങനെ തുടങ്ങി 9 ദേവിമാരുടെ ആ ഭാവത്തെ ആരാധിക്കുന്നു. സൗത്ത് ഇന്ത്യയിലെ സരസ്വതി പൂജ എന്നാണ് ഈ നവരാത്രി മഹോത്സവത്തെ അറിയപ്പെടുന്നത്. 3 ദിവസമാണ് കേരളത്തില്, സൗത്ത് ഇന്ത്യയിൽ മിക്കവാറും കണ്ടുവരുന്നത് 3 ദിവസത്തെ ആഘോഷം. നമ്മുടെ ഈ നവരാത്രി ബൊമ്മഗുലുവിൽ നോക്കിയാല് നമുക്ക് 9 പടികൾ, ഏത് ബൊമ്മഗുലുവിൽ നോക്കിയാലും 9 പടികളെ കാണാം. ആ 9 പടികൾ 9 ദിവസത്തെ സൂചിപ്പിക്കും. നേരത്തെ പറഞ്ഞ 9 ഭാവങ്ങളുണ്ട്. ആ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന ആ സ്റ്റാൻഡാണ്, ആ ദേവിമാരുടെ സ്റ്റാൻഡാണ് ഇവിടെ കാണാം. ഈ സ്ഥലത്ത് കാണാം. നേരത്തെ പറഞ്ഞ ഓരോ ദിവസം ഓരോ ദേവിമാരെ. ഈ ഗുരുവില് 3 ദേവിമാരുടെ സ്ഥാനം കാണാം ഏറ്റവും മുകളിലായി. ഈ 9 ദിവസം ആരാധിക്കുന്നത് ഇതിനോടൊപ്പം ഈ 3 ദേവിമാർക്ക് പ്രാധാന്യം നൽകിയാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം കാളി അല്ലെങ്കിൽ ദുർഗ ഉപാസന, അതിനുശേഷം അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവിക്കും, ലാസ്റ്റ് 3 ദിവസം അറിവിന്റെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവിക്കും. അതായത് ഒരു സാധകൻ ഉപാസന ചെയ്ത് ഉപാസനയുടെ വിജയം അവൻ കൈവരിക്കുന്നത് ആ വിജയദശമി ആഘോഷിച്ചുകൊണ്ടാണ്. 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മാത്രം ആഘോഷിക്കുന്നതല്ല, അവൻ നിരന്തരം ഇതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഇതിന് പ്രാധാന്യം നൽകുന്നത്, ഈ തത്വത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു ആഘോഷ സമയത്ത്, ഈ നവരാത്രി ആഘോഷ സമയത്ത്. ഇതൊരു ധ്യാന സെന്ററാണ്. B2B എന്നുള്ളത് ധ്യാന സെന്ററാണ്. ധ്യാന സെന്ററില് പൂജകളോ ആരാധനകളോ അതിനല്ല പ്രാധാന്യം നൽകുന്നത്. ആന്തരിക നിരീക്ഷണമാണ് ഇവിടുത്തെ പൂജ. പലപ്പോഴും നമ്മൾ സാധകരോടും പൊതുജിയോടും പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ധ്യാന സെന്ററിലെ ആരാധനാമൂർത്തികൾക്ക് പ്രാധാന്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ നവരാത്രി ആഘോഷകാലങ്ങളിൽ ഇങ്ങനെ ഒട്ടേറെ ദേവീ ദേവന്മാരുടെയും ബൊമ്മകളുടെയും ഈ ഒരു ഉത്സവം നമ്മൾ ധ്യാന സെന്റർ കൊണ്ടാടുന്നത്? അതിനൊരു പ്രാധാന്യം ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഗുരുക്കന്മാരെല്ലാവരും ഓരോ ആചാരങ്ങൾ നമ്മളിലേക്ക് പകർന്നു തന്നത് ഒരു തത്വം ബോധിപ്പിക്കാനാണ്. ഒരേ ഒരു തത്വമേ ഉള്ളൂ, അതിനെ ബോധിപ്പിക്കാനാണ് എല്ലാ ആചാരങ്ങളും നമ്മളിലേക്ക് വരുന്നത്. ആ തത്വത്തെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് മീറ്റിനി ധ്യാന സെന്റർ ഇങ്ങനെ ബൊമ്മഗുലു ഒരുക്കിയിരിക്കുന്നത്. ഈ ബൊമ്മഗുലുവില് നോക്കിയാൽ നമുക്കറിയാം, കല്ലുണ്ട്, പുൽശ്ശേരിയുണ്ട്, 6 കാലുള്ളവയുണ്ട്, 4 കാലുള്ളവയുണ്ട്, 2 കാലുള്ളവയുണ്ട്, വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനുണ്ട്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയുണ്ട്, പറക്കുന്നവയുണ്ട്, ഇഴയുന്നവയുണ്ട്, പഞ്ചലോഹത്തിലുള്ള ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്, പല പല
നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് എന്തെല്ലാം ദർശിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാം ഒരു പ്രതീകം, ഒരു മിനി പ്രപഞ്ചം നമുക്ക് ഈ ഗുരുവിൽ കാണാൻ സാധിക്കും. ധ്യാന സെന്റർ ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ 3 ദേവിമാരെ ധ്യാന സെന്ററിലെ 3 ഗുണങ്ങളായിട്ടാണ് കാണുന്നത്. ഈ 3 ഗുണങ്ങൾ എങ്ങനെയാണ്? നമ്മളിൽ തന്നെയുള്ള സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മൾ നമ്മളെ നോക്കിയാൽ അറിയാം, നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ തമോ ഗുണത്തിലാണെന്നല്ലേ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ദേഷ്യഭാവമാണ് നമ്മൾ കൂടി നിൽക്കുന്നെങ്കിലും നമ്മൾ രജോ ഗുണത്തിലാണെന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിലോ നമ്മൾ സാത്വിക ഗുണത്തിലാണെന്ന്. ഊർജത്തിന് സ്വഭാവങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇത്രയും വൈവിധ്യമാർന്ന രൂപങ്ങൾ എങ്ങനെയുണ്ടായി? നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? സയൻസിൽ പഠിച്ചിട്ടുള്ളത്, ഒരു പദാർത്ഥം ഉണ്ടാവണമെങ്കിൽ അത് അതിനുള്ളിൽ എന്തുണ്ട്? ആറ്റംസ്, മോളിക്യൂൾസ്. അത് വിവിധ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് വിവിധ രൂപങ്ങൾ ഉണ്ടാവുന്നത്. വെള്ളമായിക്കോട്ടെ, വെള്ളത്തിൽ തന്നെ H2O, 2 ആറ്റംസും മോളിക്യൂളും ചേർന്നല്ലേ, ഹൈഡ്രജൻ ആറ്റവും ഓക്സിജനും ചേർന്നാണ് വെള്ളം ഉണ്ടാവും. അപ്പൊ ഒരു കോമ്പിനേഷനിലൂടെയാണ് എന്തും സൃഷ്ടിക്കപ്പെട്ടത്. ആ ഒരു കോമ്പിനേഷൻ ഒരു രൂപത്തിന് ജന്മം നൽകുന്നത്. അപ്പൊ ആ രൂപം ഉണ്ടായാലോ നമ്മൾ അതിന് നാമം കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളും നാമരൂപാധികളുമായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നു. ആ ഊർജത്തെ ഈ ഒരു സ്വഭാവത്തിന് മാറ്റം വരുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഊർജത്തിന് കാരണമാണ്. ഊർജത്തിന് വ്യതിയാനം സംഭവിച്ചതുകൊണ്ടാണ്. ഊർജം ഊർജം എന്താണ്? ആറ്റത്തിലുള്ളത് നമ്മളുടെ ഊർജം തന്നെയാണ്. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കമ്പയർ ചെയ്തപ്പോ രൂപങ്ങളുണ്ടായി. അങ്ങനെ നമ്മൾ നാമരൂപാധികളിൽ നിന്ന് കൂടി നോക്കിയാൽ വ്യത്യസ്തത തോന്നും. അതായത് ഇതില് 75ഓളം രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന വിഗ്രഹങ്ങളും മോണമെന്റ്സും എല്ലാം ഉണ്ട്. 3000-ലേറെ ബൊമ്മകളുണ്ട്. ഇങ്ങനെ നോക്കിയാൽ വ്യത്യസ്തത തോന്നും. എന്നാൽ ഇതിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഊർജത്തെയാണ് നമ്മൾ കാണുന്നെങ്കിലും നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു വ്യത്യാസവും. നമ്മളിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും ഒരേ ഒരു ഊർജം തന്നെയാണ്. ഇവിടെ ഊർജം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഊർജം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊർജം പ്രവർത്തിക്കുന്നത് ഒരു ബോധത്തിന്റെ, ആ ശുദ്ധ ബോധത്തിന്റെ അണ്ടറിലാണ്. കോൺഷ്യസ്നെസ് എന്ന് സയൻസ് പറയും. പ്രപഞ്ചം നിലനിൽക്കുന്നത് കോൺഷ്യസ്നെസ്സിലാണെന്ന് പറയുന്ന പോലെ ഈ ഋഷിമാർ നമുക്ക് മുന്നിൽ പറഞ്ഞ ആ കോൺഷ്യസ്നെസ് പറഞ്ഞതാണ് ബോധം അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ഊർജവും ബോധവും മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊന്നും ഇല്ല. ആ തത്വത്തെയാണ് നീറ്റുവി ധ്യാന സെന്റർ സമൂഹത്തിലേക്ക്, ധ്യാന സാധകരിലേക്ക്, ജനങ്ങളിലേക്ക് ഇങ്ങനെ ഗുരു സെറ്റ് ചെയ്തിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്, വളരെ ലളിതമായിട്ടുള്ളൊരു ചടങ്ങാണ്. നീറ്റുവി മെഡിറ്റേഷൻ സെന്റർ എല്ലാ നവരാത്രി കാലങ്ങളിലും നൽകി വരുന്ന പുരസ്കാരമാണ് മാർഗബന്ധു പുരസ്കാരം എന്നത്. സാധാരണ പുരസ്കാരങ്ങളെല്ലാം സദസ്സിന്റെ മുന്നിൽ, ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് നടത്താറുള്ളത്. എന്നാൽ ധ്യാന സെന്റർ ഈ മാർഗബന്ധു പുരസ്കാരം നൽകുന്നത് ഈ നവരാത്രി ബൊമ്മഗുലുവിനെ സാക്ഷി നിർത്തിയാണ്. സദസ്സിന് മുന്നിൽ വെച്ചാണ് ഈ നവരാത്രികൾ ബൊമ്മഗുലുവിനെ സാക്ഷി നിർത്തിയാണ്. കാരണം പ്രപഞ്ചത്തിൽ ഊർജം മാത്രമേ ഉള്ളൂ എന്നും ആ ബോധത്തിന്റെ അണ്ടറിലാണ് നമ്മൾ നിന്ന് പ്രവർത്തിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ പ്രപഞ്ചത്തിന്റെ ഈ ഒരു മിനി പ്രപഞ്ചം എന്ന് പറയാം. അപ്പം ഈ മാർഗബന്ധ പുരസ്കാരം നമ്മൾ നൽകുന്നത് ഒരു സാധകൻ അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായിട്ട് സമർപ്പിച്ച് ജീവിക്കുന്നവർക്കാണ്. അങ്ങനെയുള്ള ഒരു സാധകൻ അവനിൽ ഉപാസനയുണ്ടാവുക. ഉപാസനയുള്ളവൻ അവന്റെ ആ ഉപാസന ജീവിതത്തിൽ ഒരു ചിട്ടയായിട്ട്, അവന്റെ ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ടി ഒരു ചിട്ടയായിട്ട് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഇനി ആ ചിട്ടയായിട്ടുള്ള ജീവിതമോ
സമാജത്തിന് സേവനം വരുന്ന രീതിയിൽ, സേവനപ്പെടുത്തുന്ന രീതിയിൽ അവന്റെ ജീവിതം സമർപ്പിച്ച് ജീവിക്കും. അങ്ങനെ ഈ 3 ഗുണങ്ങളുള്ള ഒരു മഹാത്മാവിനാണ് മാർഗവത് പുരസ്കാരം നമ്മൾ നൽകുന്നത്, മെഡിറ്റേഷൻ സെന്റർ നൽകുന്നത്. എന്തുകൊണ്ടും നമ്മുടെ എല്ലാ മാർഗബന്ധുവായിട്ടുള്ള സുഷ്മാനന്ദജി ഈ ഒരു പുരസ്കാരം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ പുണ്യമായിട്ട് കരുതുകയാണ്. പുരസ്കാരം സുഷ്മാനന്ദജിക്ക് സമർപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. Meditation Center at Bayampuram, Thiruvananthapuram aims at the holistic development of sadhakas towards self-realization through meditation. To fulfill the above goal, the center has decided to honor the selfless services rendered for betterment of materialistic and spiritual life on the occasion of Navratri Bommakulu Festival 2025. Hence, with great pleasure, the Margavanda Puraskaram is being conferred to Swami Suchmananda Shivagiri Maha for their noble humanitarians, selfless service, and holistic healing, which maintains the balance in universal harmony, in dedication to the eternal truth of our Jiji. തിരുവനന്തപുരത്തെ ബാലരാമപുരം മീറ്റ് ധ്യാന കേന്ദ്രം ധ്യാന സാധകരുടെ ആത്മീയ വളർച്ചയ്ക്കും സമഗ്ര വികാസത്തിനുമായി പ്രവർത്തിച്ചു വരുന്നു. നവരാത്രി കാലങ്ങളിൽ ധ്യാന സെന്ററിൽ നടത്തിവരുന്ന ബ്രഹ്മഗുരു ഉത്സവത്തിൽ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ ആദരിക്കാൻ മീറ്റ് ധ്യാന കേന്ദ്രം തീരുമാനിച്ചു. അതിനാൽ ബ്രഹ്മഗുരു 2025 തിരഞ്ഞെടുക്കപ്പെട്ട ശ്രേഷ്ഠ വ്യക്തിത്വമായ സ്വാമി സുഷ്മാനന്ദജിക്ക് മാർഗബന്ധ പുരസ്കാരം നൽകി ധ്യാന സെന്റർ ആദരിക്കുന്നു. ഒരു സാധകൻ അവന്റെ സാധന തന്നെ സമാജ സേവനത്തിനായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് മാർഗബന്ധ പുരസ്കാരം. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുടെ സേവനങ്ങൾ പ്രപഞ്ചത്തിന്റെ താളലയം നിലനിർത്തുവാൻ വളരെ വലിയ പങ്കുവഹിക്കുന്നു. നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവധൂത് ഗുരുപ്രസാദ്. ഒരു സാധകൻ എപ്പോഴും ഒരു വിശ്വാസിയല്ല ആവേണ്ടത്, അന്വേഷകനാവണം എന്ന് എപ്പോഴും പറയാറ്. അവനവനിലേക്ക് യാത്ര ചെയ്യുക, എന്നിൽ നിന്നും എന്നിലേക്ക്, അങ്ങനെ യാത്ര ചെയ്ത് സ്വയം നിരീക്ഷിച്ച് എവിടെയാണ് സന്തോഷം, നമ്മൾ തന്നെയാണ് സന്തോഷം, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സന്തോഷം എന്ന് തിരിച്ചറിഞ്ഞ് ആ ആനന്ദത്തിൽ സദാ നിലനിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ സാധകരുടെ ലക്ഷ്യം. അങ്ങനെ ആ ഒരു അവസ്ഥ നമ്മൾ കൈവരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ള് ഒഴിഞ്ഞിരിക്കണം. ആ ഒഴിഞ്ഞ ഇടത്തെയാണ് നമ്മുടെ ഔദൂജി മീറ്റിംഗ് മെഡിറ്റേഷൻ സെന്ററിലെ ഈ മാർഗബന്ധ പുരസ്കാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ ഒന്നിനെ, ആ ഒഴിഞ്ഞ ഇടത്തെ പ്രതിദാനമായി ചെയ്യേണ്ടത് പ്രതീകമായിട്ടാണ്.
എന്തായാലും സ്വാമിനാഥ സ്വാമിജിയെ പോലുള്ള മഹാത്മാക്കൾ ആ ഒഴിഞ്ഞ ഇടത്തിന്റെ അധിപതിമാരാണ്. ഗുരുദേവ ദർശനങ്ങളെ പിന്തുടർന്ന് ആ മാർഗം തന്റെ ജീവിതമായിട്ട് മാറ്റി ഉള്ള ഒഴിഞ്ഞ് ആ ആനന്ദത്തിൽ സദാ നിലനിൽക്കുന്ന ആ മഹാത്മാവിനെ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ഈ ഒരു ആദരവ് സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പുണ്യമായിട്ട് കരുതുകയാണ്. അങ്ങയുടെ പാദങ്ങളിൽ നമ്മൾ ഓരോ സാധകരും കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഭക്തിസാന്ദ്രമായ ഈ ഒരു അവസരത്തിൽ നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോടൊപ്പം പങ്കുചേരാനും ഈ ഒരു സ്നേഹവും ആദരവും ഒക്കെ നേടാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് കാരണമൊന്നും ഉണ്ടായിരിക്കരുതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കാസ്ലെസ് ഹാപ്പിനെസ്, അതാണ് വേണ്ടത്. നമ്മുടെ ഹാപ്പിനെസ്സിന് ഒരു കാസ് ഉണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ, ആ കാരണത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ സന്തോഷവും പോകും. അപ്പം അതുകൊണ്ടാണ് ഈ കാരണങ്ങളോട് കൂടിയ സന്തോഷം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷത്തിന് എന്തെങ്കിലും കാരണം, സന്തോഷം വേണ്ടെന്നല്ല പറയുന്നത്, അതിനൊരു കാരണം ഉണ്ടായിരിക്കുമ്പോൾ ആ കാരണം നമ്മെ നിയന്ത്രിക്കാനിടയാകും. അതിന്റെ കാലാവധി കഴിയുമ്പോൾ അത് അതിന്റെ പാട്ടിന് പോകും, നമ്മൾ ദുഃഖിതനുമാവും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, പക്ഷെ അതിന് ഒരിക്കലും ഒരു കാരണം ഇല്ലാതിരിക്കുക. കാസ്ലെസ് ജോയ്, കാസ്ലെസ് ഹാപ്പിനെസ് എന്നൊക്കെ പറയും. അപ്പൊ അതാവുമ്പോ ഈ വരന്നു പോകുന്ന കാര്യങ്ങളൊന്നും നമ്മെ ബാധിക്കില്ല. ഇത് പോകുന്നുള്ള ഉറപ്പാണ്. നമ്മൾ ഏതിനെങ്കിലും നമ്മുടെ സന്തോഷത്തിന് ആശ്രയിക്കുന്നുവെങ്കിൽ അതൊരിക്കലും അവിടെ ശാശ്വതമായിട്ട് നിൽക്കില്ല. ഏതെങ്കിലും രീതിയിൽ ഒന്നും നമ്മെ വിട്ടുപോകും, അല്ലെങ്കിൽ നമുക്കത് വിടേണ്ടി വരും. അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഉള്ള സന്തോഷങ്ങളിൽ നമ്മൾ ആശ്രയം തേടുമ്പോൾ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് വാസ്തവത്തിൽ അതിനെ വിശ്വസിക്കരുത് എന്ന് പ്രകൃതി നൽകുന്ന പാഠമാണ്. നമുക്ക് വിഷമങ്ങൾ, ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ ഈ സന്തോഷത്തിനായിട്ട് ആശ്രയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും തടസ്സം ഉണ്ടാകുന്നതിനാണ്. ഇപ്പൊ സന്തോഷം ആഗ്രഹിക്കാത്ത ഒരാളിന് ഒന്നും ദുരിതമല്ല. ഇപ്പൊ നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നമാകുന്നത്, ദുരിതങ്ങളാകുന്നത്. മറിച്ച് ഞാൻ സന്തോഷം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രോബ്ലമാണ് ഉള്ളത്? ഒരു പ്രോബ്ലവും ഇല്ല. ഇപ്പൊ പ്രോബ്ലങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രോബ്ലങ്ങൾ എന്ന് പറയുന്നത് പരോക്ഷമായിട്ട് നീ ഇപ്പോൾ സന്തോഷത്തിന് ആശ്രയിക്കുന്ന കാര്യങ്ങൾ നിനക്ക് ഉതകുന്നില്ല, അതിൽ നീ വിശ്വസിക്കരുത്, അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇൻഷുറൻസും ഒന്നുമില്ല, അതതിന്റെ സമയമാകുമ്പോൾ അതിന്റെ പാട്ടിന് പോകുമ്പോൾ അതിൽ നിന്റെ സന്തോഷം കണ്ടെത്തരുത്. സന്തോഷം നീ അന്വേഷിക്കുന്ന സന്തോഷം ആത്യന്തികമായിട്ട് നിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്തിനെങ്കിലും സന്തോഷത്തിന് ആശ്രയിക്കുന്നെങ്കിൽ സൂണർ ഓർ ലേറ്റർ നമ്മൾക്ക് അത് പണി തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമുണ്ട്. ആ പണിയെന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണ്. കാരണം അതിലെല്ലാം നീ പോകേണ്ടത്, നീ നിന്നിൽ തന്നെയാണ് തിരിച്ചു പോകേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ദുരിതങ്ങൾ എന്ന് പറയുന്നത്. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണ്. ഏത് ദുരിതമായിരുന്നാലും അതൊരു വാണിംഗ് ആണ് തരുന്നത്. നീ ഇപ്പോ തെറ്റായ മാർഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നീ തിരിച്ച് നിന്നിലേക്ക് വരിക എന്നുള്ള ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സന്തോഷം സന്തോഷിക്കുന്നതിൽ യാതൊരു തകരാറുമില്ല. നമ്മൾ സന്തോഷം തന്നെയാണ്, തിരയേണ്ട കാര്യമില്ല. യു ആർ ഹാപ്പിനെസ്, യു ആർ ദ ഹാപ്പിനെസ് ദാറ്റ് യു ആർ സീക്കിങ്. നീ അന്വേഷിക്കുന്ന സന്തോഷം നീ തന്നെയാണ്, അത് എപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ അതിനെ അന്വേഷിക്കേണ്ട കാര്യം പോലും വരുന്നില്ല. ഇപ്പൊ സന്തോഷം എന്ന് പറഞ്ഞാൽ പാട്ടും പാടി ഡാൻസ് ചെയ്ത് നടക്കണമെന്ന് അർത്ഥമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾനെസ്, ഒരു കംപ്ലീറ്റ്നെസ്, ഒരു പൂർണ്ണത. അവിടെ ഒന്നിന്റെയും ഒരു അഭാവം തോന്നില്ല. അതല്ലാതെ ഇങ്ങനെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉടനെ ഡാൻസ് കളിച്ച് നടക്കണമെന്ന് യാതൊരു അർത്ഥമില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ ഫുൾനെസ്സിനെയാണ്. ലാക്ക് ഓഫ് ഒരു ഒന്നിന്റെ ഒരു സെൻസ് ഓഫ് ലാക്ക് ഇല്ലാതിരിക്കുക എന്ന് പറയും. അതാണ് സന്തോഷം. സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുമായിട്ടും സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് സന്തോഷം ഉള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കാൻ പറ്റും. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യുകയാണ്. മറിച്ച് ആ ആളുകളിൽ നിന്നും നമ്മൾ സന്തോഷം പ്രതീക്ഷിക്കുന്നെങ്കിൽ സംഗതി അത് അബദ്ധവുമാണ്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല.
അത് ഏതെങ്കിലും രീതിയിൽ അതിൽ സന്തോഷമില്ല എന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ആ പാഠങ്ങളെയാണ് ജീവിതത്തിലെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷം ഉണ്ടെങ്കിൽ, നമ്മുടെ സന്തോഷം നമ്മൾ തിരിച്ചറിഞ്ഞാൽ, യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഷെയറിങ്, ഇഫ് യു ആർ സീക്കിംഗ് ഹാപ്പിനെസ് ഫ്രം ദി അതേഴ്സ്, ദാറ്റ് ഈസ് പ്രോബ്ലം. നമ്മളിൽ സന്തോഷമുണ്ട്, നമുക്കത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. മറിച്ച് നമ്മളെ സംഗതി ഇല്ല എങ്കിൽ, ഇപ്പൊ കയ്യിൽ ചൂടില്ലാത്തവൻ എങ്ങനെയാണ് അഗ്നി പകരുക, അല്ലെങ്കിൽ ചൂട് നൽകുക? കയ്യിൽ അഗ്നി ഇല്ലാത്തവന് ചൂട് പകരാൻ കഴിയുകയില്ലല്ലോ. അപ്പൊ നമ്മളിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് അത് മറ്റുള്ളവരോടൊപ്പം ഷെയർ ചെയ്യാം. അങ്ങനെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ നമ്മളുടെ സന്തോഷത്തിന്റെ ഒരു ആവശ്യക്കാരനാകരുത് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. മറിച്ച് യു ആർ ഷെയറിങ് യുവർ ഹാപ്പിനെസ്. അവിടെ യു ആർ നോട്ട് ബിക്കമിങ് എ ബെഗർ ഓഫ് ഹാപ്പിനെസ്. അപ്പൊ അതിന്റെ ഒരു ബെഗർ ആകുന്നതും അതിന്റെ ഒരു മാസ്റ്റർ ആകുന്നതും രണ്ടും വ്യത്യസ്തമാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് പ്രശ്നം. നിങ്ങൾ സന്തോഷം ആഗ്രഹിക്കുന്നു, അപ്പോ അത് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ there is no suffering. അപ്പോൾ ആസ് സച്ച് നമുക്ക് പ്രോബ്ലങ്ങളുണ്ട്. അപ്പൊ ആ പ്രോബ്ലത്തിന് ഉള്ള പരിഹാരമായിട്ട് പറയുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനോ ജാതിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യക്കാർക്കോ സമ്പർക്കം ചെയ്തിരിക്കുകയല്ലല്ലോ. ഈ 800 കോടി ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ 800 കോടി 8 മില്യൺ പീപ്പിൾ ആണ് ഇപ്പോഴത്തെ പോപ്പുലേഷൻ. പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരവും യൂണിവേഴ്സൽ ആയിരിക്കണം. പ്രശ്നം യൂണിവേഴ്സൽ ആണെങ്കിൽ പരിഹാരവും യൂണിവേഴ്സൽ ആയിരിക്കണം. അപ്പൊ ആത്മീയത നൽകുന്ന പരിഹാരം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. എന്താണ് ആത്മീയത നൽകുന്ന പരിഹാരം എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം ഉള്ളപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് ഈ പ്രോബ്ലം ബാധിക്കാത്ത ഏതെങ്കിലും ഭാഗം നമ്മളിലുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ആ അന്വേഷണം എന്ന് പറയുന്നത് നല്ല രീതിയിലാണ് നടത്തുന്നതെങ്കിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്, ഇത് ബാധിക്കാത്തൊരു ഭാഗമുണ്ടെന്നുള്ള ഉറപ്പാണ്. എന്തുകൊണ്ട് ബാധിക്കാത്ത ഭാഗമുണ്ട്? കാരണം ഇല്ലെങ്കിൽ ഇതെങ്ങനെ അറിയുന്നു? ഒരു പ്രോബ്ലമായിട്ട് നിങ്ങൾ അറിയുന്നെങ്കിൽ ആ പ്രോബ്ലത്തെ അറിയുന്ന ഒരു ഭാഗം നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പൊ അറിയുന്നെങ്കിൽ ആ ഭാഗം നിങ്ങളല്ല, അത് സബ്ജക്റ്റാണ്. പ്രോബ്ലം നിങ്ങളുടെ ഓബ്ജക്റ്റ് ആണ്. അപ്പോൾ ഒരു പ്രോബ്ലത്തെ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങൾ പ്രോബ്ലം അല്ല എന്നുള്ള അറിവും കൂടെ അവിടെ ഉണ്ടാകുകയാണ്. ഇപ്പൊ പ്രോബ്ലത്തെ അറിയുന്ന ഭാഗം ഉണ്ടെന്നുള്ള ഉറപ്പാണല്ലോ, ഇല്ലെങ്കിൽ എങ്ങനെയാ പ്രോബ്ലത്തെ അറിയുക? അപ്പൊ ഈ അറിയുന്ന ഭാഗം ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ബോധം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബോധം എന്ന് വെച്ചാണ് ഈ അറിയുന്നത്. ഇപ്പൊ ഈ സകല ലോകവും ഈ ലോകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നത് ബോധത്തെ വെച്ചാണ്. ബോധത്തെ എന്ത് വെച്ചറിയും? ബോധം വെച്ചേ ബോധത്തെ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഈ ബോധത്തിന്റെ മറ്റൊരു പേരാണ് ഐ, ഞാൻ, അഹം എന്നൊക്കെ പറയുന്നതാണ്. ഈ എവ്രിതിങ് ഈസ് ഐ പ്ലസ്. ഈ ഐയുമായിട്ട് അല്ലെങ്കിൽ ഞാനുമായിട്ട് പ്ലസ് ചെയ്യുന്ന സംഗതികളാണ് ഓബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്ലസ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം മൈനസ് ചെയ്താൽ നമ്മൾ മാത്രമാവും. എവ്രിതിങ് ഈസ് ഐ പ്ലസ്. സോ ഇഫ് യു ആർ സബ്സ്ട്രാക്ടിങ് എവ്രിതിങ് യു റിമൈൻ. അപ്പൊ അതാണ്. അപ്പൊ പ്രോബ്ലം എന്ന് പറയുന്നത് ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഐ പ്ലസ് ആണ്. ഇപ്പൊ എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ അവിടെ അത് ഐ പ്ലസ് ആണ്. ഞാൻ പ്ലസ് റിലേഷൻഷിപ്പ് ഇഷ്യൂ. എനിക്ക് ഐ ആം ഡിപ്രസ്ഡ്, ഐ ആം പ്ലസ് ഡിപ്രഷൻ, ഐ ആം ഫ്രസ്ട്രേറ്റഡ്, ഐ ആം പ്ലസ് ഫ്രസ്ട്രേഷൻ. അപ്പൊ ഈ അവിടെ ഇതൊക്കെ മൈനസ് ചെയ്താൽ വാട്ട് റിമൈൻസ്? ഐ റിമൈൻസ്. അപ്പൊ ആ രീതിയിൽ ഇത് ബോധം ആ ഐ തന്നെയാണ്. ഇപ്പൊ മോഡേൺ സ്പിരിച്വാലിറ്റി ഈ ഐനെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു, റിലിജിയൻസ് ഇതിനെ ദൈവം എന്ന് പറയുന്നു, അദ്വൈതത്തിൽ ഇതിനെ അഹം എന്ന് പറയുന്നു, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ പറഞ്ഞ നെയിം ഈസ് നോട്ട് മാറ്റർ, വാട്ട് നെയിം യു ആർ യൂസിങ് ടു കാൾ ഇറ്റ്. ആ ഭാഗം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അത് വെച്ചേ അതിനെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഐ എന്ന് ഞാൻ പറയുന്ന കാര്യം
ആ ഐ എന്ന് പറയുന്ന ആ ഐ ഏതൊരു സംഗതിക്കാണോ സ്വന്തമായിട്ട് അറിയാൻ കഴിയുന്നത് അതിനെ മാത്രമേ ഐ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഐ വെച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ ഐ സ്വയം അറിയുന്നു, ഞാൻ സ്വയം അറിയുന്നു. അപ്പൊ ഏത് സംഗതിയായിരുന്നാലും അതിന് സ്വയം അറിയാനുള്ള ശേഷിയുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലത്തിന് സ്വന്തമായിട്ട് അറിയാനുള്ള ശേഷിയില്ല, നമ്മുടെ ഡിപ്രഷന് സ്വന്തമായിട്ട് അറിയാനുള്ള ശേഷിയില്ല. അപ്പൊ ഇവിടെയൊക്കെ സ്വന്തമായിട്ട് അറിയാനുള്ള കഴിവ് ഐക്ക് മാത്രമേ ഉള്ളൂ, ബോധത്തിന് മാത്രമേ ഉള്ളൂ. ആ ബോധം വെച്ച് ബോധത്തെ അറിയുക, ഞാൻ വെച്ച് ഞാനിനെ അറിയുക, അതാണ് ശരിക്കുള്ള ആത്മീയത, അതാണ് ശരിക്കുള്ള ആനന്ദം, അതാണ് ശരിക്കുള്ള സന്തോഷം. എന്താണ് ഹാപ്പിനെസിന്റെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് കോൺഷ്യസ്നെസ് നോയിങ് ഇറ്റ്സെൽഫ്. ഇറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് കോൺഷ്യസ്നെസ് നോയിങ് ഇറ്റ്സെൽഫ്. ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ഹാപ്പിനെസ്. അതായത് കോൺഷ്യസ്നെസ് വെച്ച് കോൺഷ്യസ്നെസ്സിനെ അറിയുന്ന എക്സ്പീരിയൻസ് ആണ് ഹാപ്പിനെസ്. അത് അവിടെ ഒന്നിന്റെ ഒരു സെൻസ് ഓഫ് ലാക്ക് ഇല്ല, അത് പൂർണ്ണമാണ്. പൂർണ്ണമത പൂർണ്ണമിതം എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. അപ്പൊ അവിടെ ഇതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ്. അപ്പൊ ആ ഐ ആണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യം. അത് പ്ലസ് ഓബ്ജക്റ്റ് ആണ് ഈ കാണപ്പെടുന്ന ലോകം. അതില്ലാതൊന്നും ആരും പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. അതും സംഗതി ഉള്ളത് തന്നെയാണ്. പക്ഷെ അതെല്ലാം ഇതിൽ നടക്കുന്ന ഇവന്റ്സ് ആണ്. ഇപ്പൊ ഈ ബോധം എന്ന് പറയുന്നത് ഈ സമുദ്രം പോലെയാണ്. സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തിരകളും സമുദ്രവും രണ്ടും രണ്ടല്ലല്ലോ. അതുമാതിരി ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷെ അത് പ്രത്യക്ഷപ്പെടുന്ന സംഗതികള് വരുന്നു പോകുന്നു, അപ്പിയറിങ് ഡിസപ്പിയറിങ്. അപ്പൊ അതുകൊണ്ട് അതിനെ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ പറയുന്നത് ഈ വന്നു പോകുന്നതൊന്നും സത്യമല്ല, അതിനെ മായ എന്നാണ് അവർ പറയുക. ഇവിടെ വന്നു പോകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് സത്യം, ബാക്കിയുള്ളതൊക്കെ അതിന്റെ ആയുസ് കുറവാണ്. ഇപ്പൊ ചില സംഗതികൾ കുറെ കൂടുതൽ നേരം നിന്നിരിക്കും, ചിലത് അടുത്ത സെക്കൻഡിൽ പോകും, ചിലത് ചിലപ്പോൾ 50 കൊല്ലം നിൽക്കും, ചിലത് ചിലപ്പോൾ 80 കൊല്ലം നിൽക്കും. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് കമ്മിങ് ആൻഡ് ഗോയിങ്, അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ്. സോ ഇറ്റ് കനോട്ട് ബി റിയൽ. അപ്പൊ അതാണ് ഇവിടെ ഈ വന്നു പോകുന്നത് ഒക്കെ ഓബ്ജക്റ്റ് ആണ്, കടലിലെ തിര പോലെയാണ്, അത് ഇതിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ രണ്ടും ഒന്നാണെങ്കിൽ പോലും വന്നു പോകുന്നതൊന്നും ഒരിക്കലും സത്യമാകില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. വന്നു പോകുന്നത് വസ്തു ഏതായിരുന്നാലും, എത്ര മഹത്തരമായിരുന്നാലും, എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നാലും, എത്ര സന്തോഷപ്രദമായിരുന്നാലും അതിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിലൊന്നും നമ്മുടെ സന്തോഷം കണക്ട് ചെയ്യാതിരിക്കുകയാണ്. സന്തോഷം ഈ പറഞ്ഞ ശരിക്കുള്ള കടലിൽ, ശരിക്കുള്ള നമ്മളിൽ തന്നെ കണക്ട് ചെയ്യുക. മറിച്ച് ഇതൊക്കെ സന്തോഷത്തിന് പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് ഭാവിയിൽ അത് ദുരിതം ഉണ്ടാക്കും, അൺഹാപ്പിനെസ് ഉണ്ടാക്കും. അതാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ. അപ്പൊ ജീവിതത്തിലെ പ്രശ്നത്തിന് ഈ പറഞ്ഞ ബോധം വെച്ച് ബോധത്തെ അറിയുന്ന ആ ഒരു അനുഭവമാണ് ഉണ്ടാകേണ്ടത്. അനുഭവമാണ്. ഈ ആത്മീയതയും മതങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ആത്മീയത ഈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, റിലിജിയൻസ് ആർ ബേസ്ഡ് ഓൺ ബിലീഫ്. അതാണ് ആത്മീയത അനുഭവത്തിൽ അധിഷ്ഠിതം, മതങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതം. ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് ഒരു വിശ്വാസമല്ല, ഒരു അനുഭവമാണ്. ആ അനുഭവം ഇല്ലാത്തവനാണ് അത് വിശ്വസിക്കേണ്ടി വരുന്നത്. അല്ല, ഇപ്പൊ അനുഭവം ഉള്ളവന് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഈശ്വര അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഈശ്വരനിൽ വിശ്വസിക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു വിശ്വാസിയാകാതിരിക്കട്ടെ, നിങ്ങൾക്ക് ഈശ്വര അനുഭവം ഉണ്ടാകട്ടെ. അനുഭവം ആണ് ഉണ്ടാകേണ്ടത്. അതാണ് ഈ പ്രധാന വ്യത്യാസം. ഈശ്വരൻ എന്ന് പറയുന്നത് അനുഭവിക്കേണ്ടതാണ്, അനുഭവിച്ചറിയേണ്ടതാണ്. ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ അത് വിശ്വാസമല്ല. ഇപ്പൊ സാധാരണ പരിചിതമായ ആത്മീയത എന്ന് പറയുന്നത് ഈ മതങ്ങളുടെ പ്രോപ്പർട്ടിയായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആ ഒരു പ്രക്രിയയാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ അനുഭവത്തിൽ, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം എന്നൊക്കെ പറയുന്നത് അനുഭവത്തിൽ അധിഷ്ഠിതമാണ്, അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ബിലീഫ് ഇൻഡസ്ട്രി. ഗുരു ദർശനം എന്ന് പറയുന്നത് ഒരു ബിലീഫ് വ്യവസായത്തിന്റെ ഭാഗമല്ല, അനുഭവത്തിലാണ് അധിഷ്ഠിതം. അനുഭവം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറഞ്ഞ ദൈവം 5 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ 41 ദിവസത്തെ വ്രതം പൂർത്തിയാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നു, അങ്ങനെയൊന്നുമില്ല.
അനുഭവം ഈസ് ആൾവേസ് ഇൻ ദി പ്രസന്റ് മൊമെന്റ്. ഈ വർത്തമാനകാലത്തിലാണ് അനുഭവം ഉള്ളത്. ആ വർത്തമാനകാലത്തിൽ നമുക്ക് ഇതിനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒരു പരമമായ സത്യം ഉണ്ടെങ്കിൽ എനിക്കത് ഇപ്പൊ കിട്ടണം എന്നുള്ളതാണ്, ഇപ്പൊ അനുഭവിക്കാൻ കഴിയണം. അങ്ങനെ ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ സത്യമായിരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്പൊ ഈ നിമിഷം എന്താണ് എന്നിലുള്ള ദൈവം, എന്നിലുള്ള സത്യം, എന്നിലുള്ള റിയാലിറ്റി എന്നുള്ളത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. കാരണം ഈ നിമിഷം കഴിയുന്നില്ല എങ്കിൽ ഈ നിമിഷം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ പാസ്റ്റ് ആവുകയാണ്, മെമ്മറി ആവുകയാണ്. അപ്പൊ ഇത് പാസ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ ടേസ്റ്റ് കിട്ടണം. അതാണ് ഈ ഒരു ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ആർജിക്കേണ്ട ഒരു കഴിവതാണ്. ഇത് മെമ്മറി ആകുന്നതിന് മുമ്പ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് വാട്ട് ഈസ് റിയൽ. ആ ഇത് മെമ്മറി ആകുന്നതിന് മുമ്പ്, പാസ്റ്റ് ആകുന്നതിന് മുമ്പ് ഇതിലുള്ള ദൈവത്തെ നമ്മൾ കണ്ടുപിടിക്കുന്നെങ്കിൽ വെരി ക്വിക്കലി ഇറ്റ് ഈസ് ബിക്കമിങ് പാസ്റ്റ്, ഇറ്റ് ഈസ് ബിക്കമിങ് മെമ്മറി. അപ്പൊ അവിടെയാണ് സാമർഥ്യം കാണിക്കേണ്ടത്. ഇത് പാസ്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിലുള്ള സത്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിനെ ഒരു അവയർനെസ് എന്നോ ബോധമെന്നോ ഒക്കെ പറയാം. ആ അവയർനെസ് എന്താണ്, അതിന് വേറെ ഒന്നും വെച്ചും അറിയാൻ പറ്റില്ല. അത് വെച്ച് ഇതിനെയാണ് അറിയുന്നത്. അതിനാണ് ഇപ്പൊ സാങ്കേതികമായിട്ട് പറയും ബീയിങ് അവെയർ ഓഫ് ബീയിങ് അവെയർ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ദി എക്സ്പീരിയൻസ് ഓഫ് കോൺഷ്യസ്നെസ് നോയിങ് ഇറ്റ് സെൽഫ്. അത് തന്നെയാണ് മറ്റു രീതിയിൽ ബീയിങ് അവെയർ ഓഫ് ബീയിങ് അവെയർ. ആ അവെയർനെസ്സിനെ കുറിച്ച് അവെയർ ആകുക. അത് എപ്പോഴാണ്? ഈ ഓരോ പ്രസന്റ് മൊമെന്റിലും ഇത് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ എന്താ പ്രശ്നം? വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ വേറെ ഏതോ സത്യമാണെന്ന് നമ്മൾ കരുതുന്നു, സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതുന്നു. അപ്പോഴാണ് ഇത് വിട്ടുപോകുന്നത്. അതല്ലാതെ ഇപ്പൊ ഞാൻ സൂക്ഷ്മാനന്ദ സ്വാമിയാണെന്ന് 24 മണിക്കൂർ ഓർമ്മിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ ഞാൻ അവയർനെസ് ആണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആണ്, അല്ലെങ്കിൽ ബോധമാണ് എന്നുള്ളത് 24 മണിക്കൂർ ഓർമ്മിക്കേണ്ട കാര്യമില്ല. ഞാൻ അതാണെന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ, ബോധ്യപ്പെട്ടാൽ ദാറ്റ് ഈസ് സഫിഷ്യന്റ്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്താൽ മതി, ഇപ്പോൾ പറ്റുന്നുണ്ടോ. ഞാനിപ്പോ ഒരു 5000 അടി ഉയരം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇത് ഓർമ്മിച്ചാൽ താഴെ നേരെ ഇറങ്ങാനൊക്കെ ഇല്ല. അപ്പൊ അവിടെ ഓർമ്മിക്കണമെന്നല്ല പറയുക, അന്നേരം അവിടെ ശ്രദ്ധിക്കുക. പക്ഷെ ഞാൻ വേറെ വല്ലതും ആലോചിച്ചാൽ വീഴും. അപ്പൊ എനിക്ക് ഭയങ്കരമായ പല്ലുവേദനയുണ്ട്, അല്ലെങ്കിൽ നെഞ്ചുവേദനയുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനയുണ്ട്. ആ സമയത്തും എനിക്ക് ഈ അവയർനെസ് ആകാൻ കഴിയുന്നെങ്കിൽ പ്രശ്നമില്ല. മറിച്ച് അത് കഴിയുന്നില്ല എങ്കിൽ ഞാൻ വേദനയാണ് ഞാനെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഏത് സാഹചര്യത്തിലും ഞാനായിട്ട് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ യു ആർ ഓൾവേസ് സേഫ്. അല്ലാതെ ഇത് എപ്പോഴും ഓർമ്മിക്കണമെന്നല്ല. ഒരു പ്രത്യേക പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെക്ക് നടത്താം. ഇപ്പോഴും ഞാൻ തന്നെയാണോ, ബോധം തന്നെയാണോ ഞാൻ എന്നുള്ളതൊന്ന് ഒരു ചെക്ക് നടത്തിയാൽ മതി, എക്സാമിൻ ചെയ്താൽ മതി. അപ്പൊ അതവിടെ ഉണ്ടെന്നുള്ള ഉറപ്പായാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ 24/7 ഇത് ഓർമ്മിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കൽ ഉറപ്പാക്കിയാൽ, once you established in it, that is enough. അതേ ഉള്ളൂ. അത് ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ തന്നെ അത് ഒരു എക്സ്പ്ലോർ ചെയ്യുക. പ്രസന്റ് മൊമെന്റിനെ എക്സ്പ്ലോർ ചെയ്ത് ഇതിൽ അവയർനെസ് ഏതാണ്, അത് വെച്ചേ അതിനെ അറിയാൻ പറ്റുള്ളൂ. അല്ല വേറെ ഒന്നും വെച്ചും അറിയാൻ പറ്റില്ല. മനസ്സ് വെച്ചും ചിന്തകൾ വെച്ചും ഒന്നും അതിനെ അറിയാനൊക്കില്ല. ഓൺലി കോൺഷ്യസ് ക്യാൻ നോ കോൺഷ്യസ്നെസ്. വേറെ ഒന്നിനും അതിനെ അറിയാനൊക്കില്ല. എനിക്ക് ഞാൻ മാത്രമേ ഞാനെ അറിയാൻ ഒക്കുള്ളൂ. അപ്പൊ ആ അറിവാണ് പരമമായ അറിവ്. അതാണ് അറിവിൽ വേറി അറിഞ്ഞിടുന്ന അറിവ്. അപ്പൊ അത്തരം ഒരു അറിവിലേക്ക് ഈ പറഞ്ഞ സത്സംഗങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും ഒക്കെ ലക്ഷ്യമിടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നടക്കുന്നില്ല എങ്കിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രയോജനം ഇല്ലാത്ത ആയി പോകും. നമ്മൾ ശ്രദ്ധിക്കുക, ഏതു തരം ആത്മീയ പ്രവർത്തനമായിരുന്നാലും ഈ ഒരു അറിവിലേക്ക് നമ്മൾ നയിക്കണം. അങ്ങനെ നയിക്കുന്നില്ല എങ്കിൽ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് സംശയിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ ഈ സമയത്ത് പറയാനായിട്ട്. നിങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ ഒരു അറിവുണ്ടാകട്ടെ, അതിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇവിടെ ഈ പരിപാടി വളരെ സന്തോഷകരമായ ഈ ഒരു സന്ദർഭത്തിൽ എന്റെ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷവും, വലിയ സന്തോഷം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.
ഗുരുജനങ്ങളെ, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ അമൂല്യമാണ്. ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്ന ശിവഗിരി മഹാസമാൻ ആ ശിവഗിരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസി ശ്രേഷ്ഠനായ ബ്രഹ്മശ്രീ സൂക്ഷ്മാനന്ദ സ്വാമികൾ ഇന്നാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയത്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം, ഞങ്ങളുടെ ചെറിയ കുടുംബത്തെ സംബന്ധിച്ചോളം ഏറ്റവും വളരെ വലിയ അനുഗ്രഹമാണ് ഉണ്ടായത്. ഞാൻ സ്വാമിയോടൊപ്പം ധാരാളം സഞ്ചരിച്ചിട്ടുള്ളതാണ്. സ്വാമിയോടൊപ്പവും നമ്മോടൊപ്പം ഇപ്പോൾ ഇല്ലാത്ത ബ്രഹ്മശ്രീ ശാശ്വതേന്ദ്ര സ്വാമികളോടും ഒപ്പം ധാരാളം സന്ദർശിക്കാൻ എനിക്ക്, ധാരാളം സഞ്ചരിക്കാൻ എനിക്ക് അവസരം, ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യം സിദ്ധിച്ച അവസരങ്ങളിലെല്ലാം ഈ ആചാര്യന്മാർ പറയുന്നത് ഭാഗികമായിട്ടെങ്കിലും മനസ്സിലാക്കാൻ, അതനുഭവിക്കാനും ഉണ്ടായതും എൻ്റെ മഹാഭാഗ്യമാണ്. സ്വാമിയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സമയം ഞാൻ മറന്നു. അപ്പൊ സ്വാമി എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് കുറെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ കുറെ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് കുറെ വെളിച്ചം ലഭിക്കും. അങ്ങനെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ഈ ബ്രഹ്മഗുരു മഹോത്സവം തുടങ്ങുന്ന ദിവസവും ഞാനിവിടെ ഉണ്ടായിരുന്നു. വീണ്ടും എനിക്ക് ഒരവസരം ഉണ്ടായത് ഞാൻ ഗുരുദേവനോട് കടപ്പെട്ടിരിക്കുന്നു. സ്വാമിജിയോടൊപ്പം സഞ്ചരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടമാണ്. സ്വാമിയോട് ഞാൻ അതിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും വിനീതമായി വണങ്ങിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അഭിനന്ദനായ ജ്ഞാനഗുരു അവധൂത് ഗുരുപ്രസാദ് അവർ ശിവഗിരി മഠത്തിലെ പ്രഥമ പരിഗണനീയനായ ശ്രീ സൂക്ഷ്മാനന്ദ സ്വാമികൾ, എനിക്ക് എൻ്റെ ജ്യേഷ്ഠ സഹോദരനും മാർഗബന്ധു കൂടിയായ ബാഹുലേന്ദ്രി, പ്രിയമുള്ള സാധകരെ, എല്ലാവരുടെയും പാദപത്മങ്ങളിൽ ഗുരുദാസന്റെ ആത്മപ്രണാമം. ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ സാക്ഷാത്കരിച്ച മഹായോഗിയായ ഈ സന്യാസി വര്യന്റെ മുമ്പിൽ
രണ്ടോ മൂന്നോ വാക്കുകൾ പറയുമ്പോൾ അതിലുണ്ടാകുന്ന എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അത് ഗുരുവിന്റെ അനുഗ്രഹമാണെന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ഗുരുദാസിന്റെ കർമ്മപ്രാരാബ്ധമാണെന്നും തിരിച്ചറിയുവാൻ ശ്രമിച്ചുകൊണ്ട് ബഹുമാന്യനായ സ്വാമിജിയോട് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങ് സന്യാസം സ്വീകരിക്കാനുള്ള പ്രചോദനം എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, ലോകത്തിൽ അമ്മയുണ്ട്, നമ്മൾ പരിശീലിച്ചു വരുന്ന മാർഗങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, ആ ശ്രമങ്ങളുമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അത് സംഭവിക്കേണ്ടതാണ്, അത് സംഭവിച്ചു എന്ന് മാത്രം. ഈ ലോകത്തിൽ സംഭവിക്കേണ്ടതെല്ലാം അനുദിനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ ലോകത്തെയും സംഭവിക്കുന്നതിനെയും ഇതിനെല്ലാം കാരണക്കാരനായി നിൽക്കുന്ന എന്തോ ഒരു സത്യമുണ്ട്. ആ സത്യത്തെയും തിരിച്ചറിയുന്ന പാതയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും. സന്യാസി വര്യനും ദാർശനികനായ എഴുത്തുകാരനും ഒക്കെയായ ബഹുമാന്യനായ നമ്മുടെ സ്വാമിജി ഭൗതികതയിൽ ഒരു എഞ്ചിനീയറായി തുടങ്ങി അതെല്ലാം നശ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ സന്യാസ ജീവിതത്തിലെത്തി ഈ ലോകത്തെ ഇന്ന് പ്രബുദ്ധരാക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദർശനങ്ങൾ പാവങ്ങൾക്കും ശ്രമമുള്ളവർക്കും ബോധ്യമാക്കി കൊടുക്കുന്ന വലിയ തൃഷ്ണയോടുകൂടി അദ്ദേഹത്തിന്റെ ആ കർമ്മപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ദൈവം എന്ന ചോദ്യത്തിന് ദൈവം മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് വളരെ ലളിതമായി സ്വാമിജി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു നിമിഷം നമ്മൾ എവിടെയെങ്കിലും ഒന്നടങ്ങിയിരുന്നിട്ടുണ്ടെങ്കിൽ 1000 ചിന്തകൾ നമ്മളിലൂടെ കടന്നു പോകും. ആ ചിന്തകളെല്ലാം കടന്നു പോകുമ്പോൾ ഓരോ ചിന്തകൾക്കും ഇടയ്ക്ക് വരുന്ന വളരെ സൂക്ഷ്മമായ ഒരു സ്ഥലമുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്, ഒരു വിടവുണ്ട്. ആ വിടവിനെ നമ്മൾ അറിയണമെങ്കിൽ രമണ മഹർഷിയുടെ വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം. സുഖസുഷുപ്തിയിൽ ഇല്ലാത്തത് അതൊന്നും സത്യമല്ല എന്നാണ് രമണ മഹർഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ സുഖസുഷുപ്തിയിൽ ഉള്ളതെന്തോ അത് തന്നെയാണ് നമ്മുടെ 2 ചിന്തകൾക്കിടയിൽ ഉള്ളതും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അവിടെ ഈശ്വര സാന്നിധ്യമുണ്ടാകും, നമ്മളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ആ ചിന്തകൾ വന്നു പോകുന്ന ആ സ്ഥലമാണ് ശരിക്കും ഈശ്വരവാസം എന്നുള്ളതാണ് സ്വാമി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈശ്വരൻ ഒരു നാമമാണോ എന്ന് ചോദിച്ചാൽ നാമമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു നാമമാക്കി ലളിതവൽക്കരിച്ച് 4 ചുമരുകൾക്കുള്ളിൽ അടച്ച് നമ്മുടെ ഭൗതികമായ ചിന്തകളെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് അതിലേക്ക് പരിണമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അത് നാമമല്ല, അത് ഒരു വർത്തമാനകാല സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ നാമത്തിന് പിന്നിലുള്ള വർത്തമാനകാല സത്യത്തിന് പിന്നിലുള്ള ആ സത്യത്തെ നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അവിടെ നമ്മുടെ ഗുരു പറയുന്നത് പോലെ നിരീക്ഷണം ആവശ്യമായി വരും. ആ നിരീക്ഷണമുണ്ടെങ്കിൽ ഈഗോ ഇല്ലാത്ത, അഹംഭാവമില്ലാത്ത സമർപ്പണം ആവശ്യമായി വരും. അങ്ങനെ ഈഗോ ഇല്ലാത്ത, അഹംഭാവമില്ലാത്ത സമർപ്പണത്തിലൂടെ നാം നിരീക്ഷണത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിലെ നിരീക്ഷകൻ ഉണരുന്നത്. ആ നിരീക്ഷകനെ ഉണർത്തിയെടുത്ത് സ്ഥിരമായി നിലനിർത്തുമ്പോഴാണ് സുഖസുഷുപ്തിയിൽ നമ്മൾ അറിയുന്ന ആ വസ്തുവിനെ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മളുടെ ചിന്തകൾക്കിടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ തിരിച്ചറിയുന്നത്. അതറിയാനായിരിക്കണം നമ്മുടെ ശ്രമം എന്നാണ്. അതേപോലെ
നമ്മൾ ഇന്ന് എല്ലാവരും നമ്മളുടെ കുട്ടികളെ കുറിച്ച് പരാതിപ്പെടുന്നത് അവർക്ക് ദൈവചിന്തയില്ല, അവർ നാമം ജപിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം അത് ശരിക്കും പറഞ്ഞാൽ വസ്തു അധിഷ്ഠിതമായി സംഭവിക്കുന്നത് കൊണ്ടാണ് എന്നാണ് സ്വാമികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മറിച്ച് വസ്തു അധിഷ്ഠിതമല്ലാതെ വിഷയ അധിഷ്ഠിതമായി നമ്മൾ വിദ്യാഭ്യാസത്തെ കണ്ടാൽ, വിദ്യാഭ്യാസത്തിന്റെ നയം രൂപീകരിച്ചാൽ, നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്യാമറയെ നിരീക്ഷിക്കാൻ നമ്മൾക്ക് ഉപകരണങ്ങളുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ഉപകരണങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും വിഷയം അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന വിഷയത്തെ നിരീക്ഷിക്കുവാൻ നാം തന്നെ ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ്. അതുതന്നെയാണ് ബൈബിൾ നമ്മളെ ഉദ്ഘോഷിക്കുന്നത്. സ്വർഗരാജ്യം നിങ്ങളിൽ തന്നെയാണ് എന്ന് ബൈബിൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള രൂപങ്ങളിൽ ശ്രദ്ധ ചെലുത്തി നമ്മളിൽ ഉണർന്നിരിക്കുന്ന സത്യത്തെ, ദൈവത്തെ മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ സ്വാമിജിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഉപരിതല വീക്ഷണമല്ല, കാഴ്ചപ്പാടല്ല നമുക്ക് വേണ്ടുന്നത്, മറിച്ച് ആന്തരികമായ നിരീക്ഷണമാണ്. ആ ആന്തരികമായ നിരീക്ഷണം നടത്തുവാൻ നമ്മളിലെ നിരീക്ഷകനെ നമ്മൾ ഉണർത്തണം. ആ നിരീക്ഷകനെ നമ്മൾ ഉണർത്തണമെങ്കിൽ നമുക്ക് ഗുരു ഉണ്ടാകണം, ഗുരു സാന്നിധ്യം ഉണ്ടാകണം, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകണം, നമ്മുടെ അഹംഭാവം ഇല്ലാതാകണം എന്നുള്ളതാണ് അതിന്റെ സത്യം. ശാസ്ത്രം പോലും ഇന്ന് അംഗീകരിക്കുന്നതും ആ നിത്യസത്യത്തെയാണ്. കാണുന്നത് സത്യമാണ് എന്ന് നമ്മൾ ധരിക്കുന്ന എങ്കിൽ ആ കാണുന്ന വസ്തുവിനെ കാണുന്നവനും ഉണ്ടാകണം. ആ കാണുന്നവനെ സാക്ഷാത്കരിക്കുന്നതാണ് ശരിയായ പാത എന്നുള്ളതാണ്. സ്വാമിജിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഈശ്വരനും നമ്മളും തമ്മിലുള്ള ദൂരം അത് 0 ഡിസ്റ്റൻസ് ആണ്. ഒരു പാതയും നമ്മളെ ഈശ്വരനെ സാക്ഷാത്കരിക്കാനല്ല, മറിച്ച് ഈശ്വരൻ ഉള്ളിൽ തന്നെയാണ് എന്ന് ധരിച്ചാൽ, ഈശ്വരനും നമ്മളും തമ്മിലുള്ള ദൂരം ഇല്ല എന്ന് നമ്മൾ ധരിച്ചാൽ, ആ ധാരണയിൽ ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി നമ്മൾ മുൻപോട്ട് പോയാൽ, നമ്മളുടെ ഉള്ളിലെ അഹംഭാവത്തെ കളഞ്ഞാൽ, തമോ ഗുണത്തെ കളഞ്ഞാൽ, തീർച്ചയായിട്ടും ഗുണാതീതമായ ആ ബ്രഹ്മത്തെ പ്രാപിക്കുവാൻ, ആ നിത്യസത്യത്തെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും. അതിന് എല്ലാവരെയും ഗുരു അനുഗ്രഹിക്കട്ടെ. ഈ ലോകം ഗുരുവിന്റെ പാദങ്ങളിൽ പൂർണ്ണ സമർപ്പണം ചെയ്യട്ടെ. കലുഷിതമായ ലോകത്ത് ശാന്തിയും പ്രണയവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഗുരുപാദങ്ങളിൽ സമർപ്പണം ചെയ്തുകൊണ്ട് അപേക്ഷിക്കുന്നു. ഹരിയോ ഹരിയോ. Thank you.